നിർത്തൂ. രാഗം ഏതാണ്? ഹംസധ്വനി. ആരോഹണത്തിൽ മോഹനത്തിലേക്ക് വഴുതി വീണില്ലേ? ഇല്ല. അപ്പൊ അത്രയ്ക്കുണ്ട് തനിക്ക് സംഗീതത്തെ കുറിച്ചുള്ള ജ്ഞാനം. വരൂ. ഈ വാള് കണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് കലയുടെയും സംഗീതത്തിന്റെയും ജ്ഞാനത്തെ ബഹുമാനിച്ച് അന്നത്തെ രാജാവ് ഞങ്ങളുടെ വലിയ കാരണവർക്ക് സമ്മാനിച്ചതാണ്. ഇവിടുത്തെ ഓരോ തൂണിനും തുരുമ്പിനും സംഗീതം എന്തെന്നറിയാം. അപസ്വരം പാടുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തെറ്റ്. ഒരു തെറ്റെനിക്ക് വേണ്ട, തനിക്ക് പോവാ. എവിടെയായിരുന്നോ ഇത്ര നേരം? കുട്ടികൾ ഇന്ന് വരുന്ന ദിവസമാണെന്ന് തനിക്ക് അറിഞ്ഞുകൂടെ? റെയിൽവേ സ്റ്റേഷൻ പോകത്തെന്താ? രാവിലെ എഴുന്നേറ്റപ്പം ജീപ്പിനൊരു തുമ്മലും ജലദോഷം. അതൊന്ന് മാറ്റിയെടുക്കുമായിരുന്നു. വേണ്ട വേണ്ട, പ്രസംഗമൊന്നും വേണ്ട, വേഗം ചെല്ല്. എന്താ ഇവിടെ? റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന കാര്യം പറയുകയായിരുന്നു. പോയോ? പോയി. വേഗം ചെല്ലും മോനെ, ട്രെയിൻ വരുന്ന സമയമായി. നേരത്തെ ചെന്നില്ലെങ്കിലേ ഇതൊന്നും വിൽക്കാൻ പറ്റില്ല. എനിക്കിനി വയ്യമ്മേ ഈ നശിച്ച തൊഴില്. ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ തന്നെ നാണക്കേടാവുന്നു. വയ്യെന്ന് പറഞ്ഞാൽ എങ്ങനെ മോനെ? നിന്റെ അച്ഛൻ മരിച്ചപ്പോൾ ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടല്ല പോയത്. നിന്റെ വനവിഷമം എനിക്കറിയാം. മോനൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും പോണ്ടല്ലോ. അതുവരെയെങ്കിലും ഇത് ചെയ്തേ പറ്റൂ. ചെല്ലും മോനെ, അലിയാരി കാത്തു നിൽക്കും. ഇന്നലത്തെ വീണന്റെ കാശി നമ്മുടെ കമ്മീഷൻ എടുത്തു കേട്ടാ. ഇക്കാക്ക് എത്ര കമ്മീഷൻ വേണമെങ്കിൽ എടുത്തോ. ഇക്കാക്ക് ഉള്ളതുകൊണ്ട് ദിവസം ഇതും താങ്ങിപ്പിടിച്ച് ചന്തയിൽ പോകാതെ കഴിക്കാം. എന്റെ വീണയ്ക്ക് ചന്തയിൽ വല്ലാത്ത പിടിയാ മോനെ. ദിവസി ഒരു 50 എണ്ണം വെച്ച് കിട്ടിയിരുന്നേലേ പെരുത്ത് ലാഭം വീണേന്. എനിക്കും അമ്മയ്ക്കും സുഖമായിട്ട് ജീവിക്കാൻ ഇത്രയും വീട്ടിൽ കിട്ടുന്ന കാശ് മതി. അത്തേഗ്രാം കാണിച്ച ഉള്ളതും കൂടെ പോകും. അപ്പോ നമ്മൾ പോയിട്ട് വരാൻ പറ്റും മോനെ. ജീപ്പ് വന്നിട്ടില്ലല്ലോ. മറന്നു പോയിട്ടുണ്ടാവോ? നമ്മൾ ടെലിഗ്രാം അയച്ചതല്ലേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇവിടെ ടാക്സി കിട്ടുമോ? ഇല്ല. എവിടെ പോകാനാ? കിട്ടില്ലെങ്കിൽ പിന്നെ എവിടെ പോകാനായാലും എന്താ? ചേടാ, ഇതൊരുമാതിരി കട്ടുറുമ്പ് കേസാണല്ലോ. വഴിയെ പോയവനെ വെറുതെ പിടിച്ച് കടിക്കാണോ? ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ മതി. ഓ, മഹാറാണിയാണെന്ന് അറിഞ്ഞില്ല. ഇനി മുതൽ അങ്ങനെ ആയിക്കൊള്ളാമേ. ഇവിടെ ടാക്സി കിട്ടില്ല, നമുക്ക് നടക്കാം. നടക്കാനോ? ഞങ്ങളില്ല. പിന്നെന്ത് ചെയ്യും? നമുക്കൊരു ലിഫ്റ്റ് ചോദിക്കാം. ആരോട്? ആ കുതിരക്കാരനോട്. അയാളുടെ വണ്ടിയിലോ? വേറെ ആളെ നോക്ക്. ഇല്ല, അവിടെ ഇരുന്നോ. ഇപ്പോ മഞ്ചിനും തേരും കൊണ്ട് ആള് വരും കൊണ്ടുപോകാൻ. തന്നോട് ചോദിച്ചില്ല. ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. വാ, നമുക്ക് നടക്കാം. 3 മൈൽ അത്ര ദൂരമൊന്നുമല്ല. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. നടക്കുന്നത് നല്ല വ്യായാമമാണ്. അഭിപ്രായം ചോദിച്ചില്ല. പബ്ലിക് റോഡിൽ അഭിപ്രായം പറയാൻ ആരുടെ അനുവാദം വേണ്ട. ലെഫ്റ്റ് റൈറ്റ് 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 ലെഫ്റ്റ് റൈറ്റ്
Left, right, 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 left. താഴെ ഇറങ്ങ്. ഇറങ്ങാനാ പറഞ്ഞത്. അപ്പൊ ഞാൻ നടക്കുന്നതോ? ഈ ചക്കട വണ്ടി കയറാൻ വേറെ ആളെ നോക്ക്. മഹാറാണിയെ ഞാൻ ക്ഷണിച്ചില്ലല്ലോ. വീട്ടിൽ വാ, 2 എണ്ണത്തിന് ഞാൻ വച്ചിട്ടുണ്ട്. അയ്യോ കുഞ്ഞായിരുന്നു, വണ്ടി റിപ്പയർ ആയിപ്പോയി. ഇപ്പൊ ശരിയായി. കയറിയാട്ടെ. ഇറങ്ങണ പിള്ളേരെ. വരട്ടെ. ഇവിടുത്തെ കുഞ്ഞുങ്ങളോട് അനാവശ്യം പറയാനും പെരുമാറാനും ധൈര്യമുള്ള ഏത് ചെറുക്കനാ ഈ നാട്ടിലുള്ളത്? അവന്റെ പേരറിയാമോ? എനിക്കറിയില്ല. ദേ ഇവരാ ആ വണ്ടി കയറിയത്. നിങ്ങൾക്കറിയാമോ? ഞങ്ങൾക്കറിഞ്ഞൂടാ. സാരമില്ല. അങ്ങനെ സാരമില്ലെന്ന് വെച്ചാ പറ്റില്ല. ഇങ്ങനെയുള്ള കുരുത്തങ്കട്ടവന്മാരെ മുളയിലെ നുള്ളി കളഞ്ഞില്ലെങ്കിൽ നാളെ ഇവന്മാരൊക്കെ എന്ത് വൃത്തികേട് കാണിക്കാനും മടിക്കില്ല. ഗോകുലം ബംഗ്ലാവിലുള്ളവർ പുറത്തിറങ്ങിയാൽ നാട്ടിലുള്ള മനുഷ്യർ ഇന്നും വഴിമാറി നിൽക്കും. പിന്നെ ഒരു അലവലാതെ ചെറുക്കൻ. മാലിനി, ഇനി അവനെ കണ്ട എന്നോട് പറയണം. ഏയ്, വഴിയിലാണോ കുതിരയെ കൊണ്ട് നിർത്തുന്നത്? സാധാരണ ഞാൻ കണ്ടിട്ടുള്ള കുതിരകളെല്ലാം ഭൂമിയിലാണ് നിൽക്കാറുള്ളത്. ഈ ആകാശത്ത് നിർത്താനുള്ള വിലയൊന്നും എനിക്കറിയില്ല. പ്രസംഗിക്കണ്ട. കുതിരയൊന്ന് മാറ്റുന്നോ അതോ ഞാൻ മാറ്റണോ? മഹാറാണിക്ക് ആവുമെങ്കിൽ അയക്കോ. എനിക്ക് അല്പം കൂടി പണിയുണ്ട്. മോനെ, വണ്ടി മുറിവൊന്നുമില്ല. അവളുടെ അഹങ്കാരം ഞാൻ തീർത്തോളാം. അയ്യോ വേണ്ട മോനെ, അബദ്ധമൊന്നും കാണിക്കരുത്. ഗോകുലത്തിലെ നമ്പ്യാരുടെ മക്കളോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. കൊല്ലും കൊലയും ചതിയും തൊഴിലാക്കിയ കുടുംബമാണ്. ഇന്നും രാമചന്ദ്രൻ നമ്പ്യാരുടെ മുമ്പിൽ ഈ നാട്ടിലെ പോലീസുകാർ പോലും ചെരുപ്പിട്ട് നിൽക്കാറില്ല. അയാൾ എന്ത് ചെയ്യും? പിടിച്ചു തിന്നളയോ? എന്തും ചെയ്യും, ചെയ്തിട്ടുമുണ്ട്. അയാളുടെ ക്രൂരതകൾ ക്രിയാകാത്ത കുടുംബം ഈ നാട്ടിൽ കുറവാണ്. രാജാവിന്റെ കാലത്ത് രാജാവിന്റെ പേരും പറഞ്ഞ് തേർവാഴ്ച നടത്തി. അത് കഴിഞ്ഞ് ഇപ്പോൾ അത് സ്വന്തം പേരിലായി. ഇന്നും അയാൾ വിചാരിക്കുന്നത് എന്തും ഇവിടെ നടക്കും. അവിടെ നൃത്തവും സംഗീതവും പഠിക്കാൻ വരുന്നവരൊക്കെ വലിയ കുടുംബക്കാരാണ്. അങ്ങനെയുള്ളവർക്ക് അവിടെ പ്രവേശനമുള്ളൂ. എന്നാൽ ആ ബംഗ്ലാവിൽ ഞാനും ഒന്ന് കയറാമോന്ന് നോക്കട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞ മാസ്റ്റർ. നമസ്കാരം. ഇവിടെ താമസിച്ച് കുട്ടികളെ പഠിപ്പിക്കട്ടെ. സ്കൂളും കോളേജും തുറക്കുന്നത് വരെ കുട്ടികൾ വെറുതെ ഇരിക്കണ്ടല്ലോ. മാസ്റ്റർ എന്ത് പറയുന്നു? അതെ അതെ, കുട്ടികളായ വെറുതെ ഇരിക്കാൻ പാടില്ലല്ലോ, മടി പിടിച്ചു പോവും. ഇവിടുത്തെ ചിട്ടകളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. മാസ്റ്റർ, ആ വാള് കണ്ടോ? ഓ കണ്ടു. അതിന്റെ മുന പോലെ മൂർച്ചയേറിയതാണ് ഇവിടുത്തെ ചിട്ടകളും. അതെനിക്കറിയാം, അതനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചോളാം.
കുട്ടികളെ വിളിക്കൂ. മാലിനി, ഇതാണ് നിങ്ങളുടെ മാസ്റ്റർ. നമസ്തേ. നമസ്കാരം. മാസ്റ്റർക്ക് ഇനി വേറെ എന്തെങ്കിലും വേണോ? ഒരു 5-6 ചൂരല് വേണം. രണ്ടുപേരും അവരുടെ കണക്കിൽ കറക്റ്റാ ചെയ്തോളണം. കുസൃത്തരം വല്ലതും കാണിച്ചാൽ അടിച്ച് ഞാൻ പിരുത്ത് കളയും. ഏ 314 നിന്ന് 307 ഉറച്ചാൽ 310 തന്നെ ആരാരോ പഠിപ്പിച്ചത്? നോക്ക്, അവൻ അവന്റെ ജോലി കൃത്യമായി ചെയ്യുകയാണ്. കുട്ടികളായാൽ അങ്ങനെ കാണും. സാബു, നീ എഴുതി കഴിഞ്ഞ് കൊണ്ടുവരൂ. കുരുത്തം കെട്ടവനെ. കല്ലിയത് ഇവനെയല്ലേ? കുട്ടി പിന്നെ എന്തിനാ കരയുന്നത്? നാളെ തല്ലാൻ മാഷ് ഉണ്ടാവില്ലല്ലോ എന്ന് കരുതിയ. അതെന്താ? ഞങ്ങളിത് പറയില്ല, പറഞ്ഞ ഞങ്ങളെയും കൊല്ലും. ആര്? അച്ഛൻ, ഞങ്ങളുടെ അച്ഛൻ. നിങ്ങൾ പറഞ്ഞെന്ന് ഞാൻ ആരോടും പറയില്ല. കാര്യം എന്താണെന്ന് പറയൂ. മാഷിനോടുള്ള സ്നേഹം കൊണ്ട് പറയാ. മാഷ് വേഗം ഇവിടുന്ന് പോണം. എന്നിട്ട് വീണ്ടും പഠിക്കാതെ നിങ്ങൾക്ക് തേരാപ്പാറ നടക്കാം അല്ലേ? കയ്യിലിരുന്നാ മതി വേല. അതല്ല, ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇതിപ്പോ 4ാമത്തെ മാഷ. 3 പേര് എവിടെ പോയി? കൊന്നു. ആര്? അച്ഛൻ. ഇന്ന് വെള്ളിയാഴ്ചയില്ലേ? എല്ലാ വെള്ളിയാഴ്ച രാത്രിയിലും അച്ഛന്റെ ദേഹത്ത് പിശാച് കയറും. രാത്രിയാകുമ്പോ അവിടെ കണ്ട വാളില്ലേ, അത് എടുത്ത് ഒരു വരവുണ്ട്, ഒറ്റ കുത്ത്. മാഷ് ചത്ത്. എടുത്ത് ശവപ്പറമ്പിൽ കൊണ്ടുപോയി കുഴിച്ചിടും. രാവിലെ ചോദിച്ചാൽ ഒന്നും ഓർമ്മയില്ല. നിങ്ങൾ ചുമ്മാ പഠിപ്പിക്കരുതേ. ഞങ്ങൾ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ രാത്രി മാഷ് തന്നെ അനുഭവിച്ചറിഞ്ഞോ? ആ, സാരമില്ല. വരമ്പം ഞാൻ നോക്കിക്കൊള്ളാം. മര്യാദ കണക്ക് ചെയ്യണം. വരുമോ? പറയുന്നത് ശരിയാണ്. ഈ വർഷം ഒരു വിഭാഗം കുട്ടികൾ പഠിത്തം പൂർത്തിയാക്കി പോവുകയാണ്. എല്ലാ വർഷവും ഉള്ളതുപോലെ ഇത്തവണയും ഏറ്റവും മിടുക്കുള്ള കുട്ടിയെ തിരഞ്ഞെടുക്കണം. സമയമുണ്ടല്ലോ, എന്താ വേണ്ടതെന്ന് ആലോചിച്ച് ചെയ്യാം. എന്നാൽ യാത്ര പറയുന്നില്ല. എന്താ ഇത്ര ചിരിക്കാൻ? അല്ല മാഷ്. മാഷ് മാഷ് പറയുന്നു ഇവിടെ ഇരിക്കുന്ന വാല് ഒരേം പിടിയും മാത്രമേ ഉള്ളൂ, മൊനയില്ലാന്ന്. മഹാരാജാവ് തന്നതാണെന്നൊക്കെ വെറുതെ വീമ്പിളക്കുന്നതാണെന്ന്. അവൻ അങ്ങനെ പറഞ്ഞു. അല്ലെങ്കിൽ അത് ഒരയിൽ നിന്ന് ഊരി കാണിക്കാൻ അച്ഛനെ വെല്ലുവിളിക്കുന്നു എന്നും പറഞ്ഞു. ഓഹോ, എന്നാൽ അതൊന്ന് കാണിച്ചു കൊടുക്കണമല്ലോ. ഇന്ന് വെള്ളിയാഴ്ചയില്ലേ? എല്ലാ വെള്ളിയാഴ്ച രാത്രിയിലും അച്ഛന്റെ ദേഹത്ത് പിശാച് കയറും. രാത്രിയാകുമ്പോ അവിടെ കണ്ട വാളില്ലേ, അത് എടുത്ത് ഒരു വരവുണ്ട്, ഒറ്റ കുത്ത്. മാഷ് ചത്ത്. എടുത്ത് ശവപ്പറമ്പിൽ കൊണ്ടുപോയി കുഴിച്ചിടും. തുറക്കടാ വാതിൽ. ഞാനിതാ വാളുമായി വന്നിരിക്കുന്നു. തുറക്കേ.
രക്ഷപ്പെട്ട് മാഷ് ഓടിയോ ഓടിയെന്നോ വാലും പോക്കി ഓടി. ഇനിയും ഫാദർ സാരിയെങ്കിലും തപ്പിക്കൊണ്ട് വരുമോ? വരട്ടെ, വരുമ്പം കാണാം. ഏതായാലും കുറച്ച് ദിവസത്തേക്ക് ശല്യമില്ല. നമുക്ക് പഴയ പോലെ കറക്കം തുടങ്ങാം. ഓക്കെ ഓക്കെ. ഗോകുലം ബംഗ്ലാവിനുള്ളിലെ അഹങ്കാരം ഇവിടുത്തെ മലകളേക്കാൾ ഉയർന്നു നിൽക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷെ അവിടുത്തെ ഒരു ഞാവാലി പെണ്ണിന് അത്ര അഹങ്കാരം പാടില്ല. വേദനിക്കുന്നുണ്ടല്ലേ? ദേഷ്യവും സങ്കടവും വരുന്നുണ്ട് അല്ലേ? ഈ പാവം മൃഗത്തിന് ഇതിനേക്കാൾ വേദനിച്ചു. അത് ആരോട് പോയി പറയും? എന്റെ മകളത്തെല്ലാം ധൈര്യമുള്ളവൻ ആരാടാ ഈ നാട്ടിലുള്ളത്? കുതിരവണ്ടി ഓടിക്കുന്ന പിള്ളേര് ധാരാളം ഈ നാട്ടിലുണ്ട്. ഇതിലാരാണെന്നറിയാൻ ഒരു അടയാളം പറയാമെങ്കിൽ ആ നിമിഷം അവന്റെ ശാപം ഇവിടെ കൊണ്ട്. അത് ചോദിച്ചിട്ട് ഇവക്കോട്ട് അറിഞ്ഞും കൂടാ. ഞാൻ എത്ര തവണ പറഞ്ഞിരിക്കുന്നു ഈ സൈക്കിളിലുള്ള നാട് ചുറ്റില് വേണ്ടാന്ന്. മേലാൽ ഞാൻ അറിയാതെ ഈ വീട്ടിന് പുറത്തിറങ്ങരുത്. മത്തായി, ഇന്ന് തന്നെ അവനെ എന്റെ മുമ്പ് കൊണ്ടുവരണം. Fantastic, fabulous, beautiful. എന്താ നാണും അവൻ എന്നെ മനസ്സിലായില്ലേ? ഞാനിവിടുത്തെ ശ്രീകാന്ത് തന്നെയാണ്. ശ്രീകുഞ്ഞ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനൊരു പക്ഷേ തിരിച്ചറിയില്ലായിരുന്നു. കുഞ്ഞ് രാധ ആരെന്നാവും? ഭാര്യയെന്ന് വെച്ചോളൂ. കമേ. നല്ല ഭംഗിയുണ്ട്. വരൂ. എന്താ ശ്രീ? ഓ, ഒന്നുമില്ല. ആ ഫോട്ടോ എന്റെ അമ്മയുടേതാണ്. അമ്മ ഇന്നുണ്ടായിരുന്നെങ്കിൽ. എന്താ ശ്രീ? എന്ത് പറഞ്ഞാലും അമ്മ അമ്മ. ഞാനിന്ന് ഈ നിലയിലെത്താനുള്ള കാരണം എന്റെ അമ്മയാണ്, എല്ലാ അർത്ഥത്തിലും. ഏതായാലും അവര് മരിച്ചു. ഇനിയിപ്പോ അതൊക്കെ ഓർത്ത് ദുഃഖിച്ചിട്ട് എന്താ കാര്യം? ദുഃഖമൊന്നും എനിക്കില്ല. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്ന് കയറിയപ്പോ ഒരു നിമിഷം എല്ലാം ഓർത്തുപോയി, അത്രയേ ഉള്ളൂ. ആ, നീ വരൂ. ആ, ഈ റൂം ഏതെന്നറിയാമോ? ഇല്ല. നമ്മുടെ ബെഡ്റൂം. സുഹൃത്തുക്കളെ, ഈ ഗോകുലം ബംഗ്ലാവിൽ നിന്നും വർഷങ്ങളായി നൃത്തവും സംഗീതവും അഭ്യസിച്ച് ധാരാളം കുട്ടികൾ മിടുക്കന്മാരായി പുറത്തു പോയിട്ടുണ്ട്, പ്രസിദ്ധരായിട്ടുണ്ട്. ഈ വർഷവും ഇവിടെ നിന്നൊരു വിഭാഗം കുട്ടികൾ പുറത്തു പോവുകയാണ്. എല്ലാ വർഷവും പോലെ
ഈ വർഷവും ഏറ്റവും മിടുക്കുള്ള കുട്ടിക്ക് ഈ സമ്മാനം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് എന്നെ കൂടി മത്സരത്തിൽ പങ്കുകൊള്ളാൻ അനുവദിക്കുമോ? നീ ആരാണ്? ഒരു പാവപ്പെട്ട കലാകാരൻ. ഇവനാണ് ചേനെ തല്ലിയത്. എടാ, എന്റെ മകളെ തല്ലിയിട്ട് എന്റെ മുമ്പിൽ വന്ന് സംസാരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? എന്താണാ നോക്കി നിൽക്കുന്നത്? ആ, എല്ലാവരും ഇരിക്കൂ. ഇനി നമുക്ക് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ എന്നെ ചതിക്കായിരുന്നു അല്ലേ? അല്ല, നീ പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്നെ വിവാഹം കഴിക്കുമെന്നും ഞാൻ വിശ്വസിച്ചു. അതുകൊണ്ടാണ് നിങ്ങളോടൊപ്പം ഞാനിവിടെ വന്നത്. ഒരു രാത്രി എന്റെ ഭാര്യയായി കഴിഞ്ഞു. ദാറ്റ്സ് യുവർ മിസ്റ്റേക്ക്, നോട്ട് മൈൻ. തൊലി വെളുത്ത ഒരു ചെറുപ്പക്കാരന്റെ കയ്യിലെ ഫോറിൻ കാറും ഒരിക്കലും ചുളുങ്ങാത്ത അവന്റെ ഷർട്ടിന്റെ പോക്കറ്റിലെ 100-ന്റെ നോട്ടും കാണുമ്പോ ഒന്ന് പ്രേമിച്ചാൽ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് എല്ലാ പെൺകുട്ടികൾക്കും തോന്നും. നിനക്കും അതേ തോന്നിയുള്ളൂ. സമയം കളയണ്ട, ട്രെയിൻ വരാറായി. എനിക്ക് ഒട്ടും സമയം കളയാനില്ല. നാണോ മാമനോട് ചോദിച്ചാൽ ആവശ്യമുള്ള പണം കിട്ടും. ഗുഡ് ബൈ.
അഭിഷ, എന്താ പാപ്പ? നമ്മുടെ റൈറ്റർ എത്ര വെച്ച്? 50 പൈസ. 50 പൈസ. എന്താണ് മുതുക്കേത്? ചായന്റെ തെറുമ്പ്. പിന്നെ 50 പൈസേന്റെ ചായന്റെ അകത്ത് എറുമ്പല്ലാണ്ട് ആനെ പിടിച്ചിട്ടാ നമുക്ക് മുതലാവൂടാ. നമുക്ക് നിങ്ങൾ വെറുതെ തൊഴിലും പിടിക്കാനും നമുക്ക് നമ്മളെ ഹമുക്കെ ഹമുക്കെന്ന് വിളിച്ചാണ്ടല്ല. ഞമ്മക്ക് പിടിക്കുന്നില്ല കേട്ടാ. പിടിക്കുന്നില്ലെങ്കിൽ അങ്ങ് തൂത്തുകള. നിന്റെ മോറ് കണ്ട അങ്ങനെ വിളിക്കാനേ നമുക്ക് തോന്നുന്നു. അല്ല, നിങ്ങൾ വിളിച്ചോളി. നമ്മുടെ നബീസാന്റെ മുമ്പിൽ വെച്ച് വിളിക്കാണ്ടിരുന്നാ മതി. നമ്മുടെ നബീഷ് ഏത് വകയിലാണ് നമ്മുടെ നബീഷ? ഓളെന്റെ കെട്ടിയോളാ. ഞമ്മക്കൊന്ന് ഓളെ കെട്ടിയോളാക്കിയാ കൊള്ളാന്ന് പെരുത്തും മോഹമുണ്ട്. അതെ, അന്റെ മുഖത്ത് ചൂടോളം എടുക്കണ്ട. ഇല്ല, വീണ എങ്ങനെ ഇരിക്കുമെന്ന് അറിയണമെന്ന് മോഹമുണ്ട. ഞമ്മളൊരു തമാശ പറഞ്ഞതല്ലേക്കാ. ഇമ്മാതിരി തമാശ അന്റെ കുടിയിലെ നിന്റെ ഉപ്പുപ്പാട് പോയി പറയാം. അല്ലെങ്കിൽ നിന്റെ മോറ് ഞമ്മട് പൊള്ളിക്കും. മോളെ നബീഷ, എന്താ പാപ്പ? എപ്പോഴെങ്കിലും ഇവൻ നിന്നോട് തമാശ പറഞ്ഞാ ഇത് ഞമ്മളോട് പറയണം. പറയാം പാപ്പ. ഒരു സ്ട്രോങ് ടീ. എന്താ അലിയറിന, രാവിലെ വേലയും കൂലിയൊന്നും ഇല്ലേ? ഇവിടെ കുറ്റിയടിച്ചിരിക്കുക. മൊയ്തൂക്കാന്റെ ചായക്കട എന്റെ ബാപ്പാന്റെ ബഹയാന്ന് നമ്മൾ അറിഞ്ഞില്ല. എന്റെ കണ്ണിലെന്താടാ മത്തായി ഒരു അസുഖം? വൈദ്യരെ കാണിക്കണം. എന്റെ കണ്ണിൽ അസുഖം ഉണ്ടോ ഞാൻ സഹിച്ചോളാം. തനിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. മുതിക്ക, ഞമ്മള് ബാക്കുകൊണ്ടേ തമാശ പറഞ്ഞോളൂ. ഇവിടെ കണ്ണും മൂക്കും കൈയും കൊണ്ട് തമാശ പറയുന്നവരെ നിങ്ങൾ കാണുന്നില്ല. ഇവിടെ ആരെ കണ്ണും കൈയും മൂക്കും കാണിച്ചെന്ന് നിങ്ങൾ പറയുന്നത്? എന്റെ കണ്ണും മൂക്കും കൈയും പൊള്ളുന്നത് ഒരു ദിവസം നമ്മൾ കാണും. നബീഷ, മട്ടായി എത്ര പറ്റി? 50 പൈസ. പ്രിയരാഗങ്ങൾ തൂകാൻ ഞാനും വന്നിരാ ഇന്നീ വേദിയിൽ. എന്താ ഒറ്റയ്ക്ക്? അച്ഛന്റെ ഗുണ്ടകൾ വന്നിട്ടില്ലേ? ഐ എം സോറി. എനിക്ക് വിഷമമുണ്ട്. എന്നോട് ക്ഷമിക്കണം. എനിക്ക് ആരുടെയും സഹതാപം ആവശ്യമില്ല. മഹാറാണി പോണം. പ്ലീസ് നിൽക്കൂ. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. നിൽക്കൂ. കുട്ടി, കുട്ടി, എന്താ പറ്റി? കാലിലെത്തി വീണതാ. ഒരു പാറമേൽ പോയി തലയിടിച്ചു. ബോധമില്ല.
ഒന്ന് വീണതാ. വിനുവാണ് ഇവിടെ കൊണ്ടുവന്നത്. സാരമില്ല, മുറി വെച്ചിട്ടാൽ പോകാം. മാലിനിയെ കാണുന്നില്ലല്ലോ. അവൾ എവിടെ പോയതാ? പിള്ളേരെവിടെ? അവരിവിടെ ഉണ്ട്. അവരോട് ചോദിച്ചിട്ട് അവർക്കറിയില്ലെന്ന് പറയുന്നു. ഒരിടത്ത് അടങ്ങിയിരിക്കാൻ അവക്ക് വലിയ വിഷമമാണ്. എന്തോ ജീപ്പ് എടുക്ക. വിനു എന്നോട് ക്ഷമിക്കണം. ഒരു തെറ്റ് കാണിച്ചാൽ ശിക്ഷിക്കാനല്ലാതെ തിരുത്താൻ ശ്രമിക്കാത്ത ചുറ്റുപാടിൽ ഒരു ബോർഡിംഗ് സ്കൂളിൽ വളർന്നവളാണ് ഞാൻ. പണത്തിന്റെയും പ്രതാപത്തിന്റെയും പേരിൽ എനിക്കെല്ലാവരോടും പുച്ഛമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ചെല്ലാം ആലോചിക്കുന്നത്. വിനു മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. വിനു എന്താ ഒന്നും മിണ്ടാത്തത്? മനസ്സ് നിറയെ പകയും എന്നോട് ദേഷ്യമാണെന്നറിയാം. എങ്കിലും എനിക്ക് കുട്ടിയോട് യാതൊരു ദേഷ്യമില്ല. എന്നാൽ ഈ കുട്ടികളെ ഒന്ന് നിർത്തരുതോ? പിന്നെ എന്താ വിളിക്കേണ്ടത്? മഹാറാണെന്ന് വിളിക്കട്ടെ? മഹാരാജാവെന്ന് ഞാനും തിരിച്ചു വിളിക്കാം. അപ്പൊ പിന്നെ വെറുതെ വഴക്കിന് വരരുത്. പിന്നെ എന്താ വിളിക്കേണ്ടത്? കട്ടുറുമ്പിന്ന് വിളിച്ചോളൂ, എനിക്കിഷ്ടമാണ്. പിന്നെ ആദ്യം വിളിച്ചപ്പം ചൂടായതോ? ഇപ്പോഴല്ലേ ഇഷ്ടമായത്. ശരി, കട്ടുറുമ്പേ വാ. എന്റെ മകളെ പിടിച്ചുകൊണ്ട് പോകാനുള്ള ധൈര്യം നിനക്കുണ്ടായില്ലടാ. ഇന്നോടെ നിന്റെ ഈ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും. അരുതച്ഛ, എന്നെ ആരും പിടിച്ചോണ്ട് വന്നതല്ല. വഴിയിൽ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ബിനുവാണ് എന്നെ രക്ഷിച്ചത്. ഞാൻ പറഞ്ഞിട്ടാണ് വീട്ടിൽ കൊണ്ടുവിടാമെന്ന് ഏറ്റതും. അല്ലാതെ ബിനു ഒരു തെറ്റും ചെയ്തിട്ടില്ല. ജീപ്പിൽ കയറടി. ഞാൻ വരട്ടെ മിസ്റ്റർ ശ്രീകാന്ത്. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. ഡബിൾ സ്ട്രോങ് ടീ. നബീസ. നബീസ ഇവിടെ ഇല്ല. തന്നോട് ചോദിച്ചില്ലല്ലോ. താനാരാ? മൊയ്തിക്കാടെ മൈക്കോ? ഈ ചായ കുടിക്കാൻ വന്ന നബീസനെ കാണാൻ വന്ന. അനാവശ്യം പറയരുത്. അനക്കൊരാവശ്യം കാട്ടാം, നമുക്കത് പറഞ്ഞുകൂടാ. അതെന്റെ ബാപ്പനോട് പോയി പറഞ്ഞാൽ മതി. തന്തയ്ക്ക് വിളിച്ചാൽ എന്റെ വിധം മാറും. ഇതൊരു പുള്ളി ചെയ്യൂലാണ്. നമ്മുടെ ചായക്കടയാണ്, ചന്തയല്ല. ഇടമത്തായി, എനക്ക് എന്താ വേണ്ടേ? ഒരു ചായ കുടിക്കാൻ വന്നത്. ഇവിടെ ആരെയും കാണാത്തതുകൊണ്ട് നബീസ ഉണ്ടോ എന്ന് ചോദിച്ചു. അത് ഈ ഊപ്പക്കേറിക്കൊണ്ട എന്താ? അപ്പോഴെന്തോ അനാവശ്യ ചിന്ത മനസ്സിൽ വെച്ചോണ്ടല്ലേ ഇവനെ ഇവിടെ കയറ്റുന്നത് അബദ്ധമാണെന്ന് മാത്രമേ ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ. നമ്മുടെ കടയിൽ വെച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അനാവശ്യം തോന്നിയാ ഓന്റെ മോറ് പൊള്ളിയിരിക്കും. ആരായാലും ശരി. അപ്പോ
ബിസ, ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ കല്യാണം കഴിക്കും. അനക്കൊരു പേടിയേ ഉള്ളൂ. നിങ്ങൾ നമ്മുടെ ജാതിയല്ലല്ലോ. നമ്മുടെ ജാതിന് നമുക്ക് നിക്കാഹ് കഴിക്കാൻ പറ്റൂ. ആര് പറഞ്ഞു നമ്മുടെ ജാതിയല്ലെന്ന്? നമ്മുടെ ജാതിയില് മത്തായിന്ന് പേരുള്ള ആരുമില്ല. അതാണ് അതിന്റെ ഒരു ഇത്. നമുക്കൊന്നും പൊടി കിട്ടണില്ല. ഞാനും മുസ്ലിമാണ് പെണ്ണി. മുസ്ലിം ആണെന്ന് പറഞ്ഞാൽ നമ്പ്യാരുടെ ബംഗ്ലാവ് ജോലി കിട്ടത്തില്ല. അതുകൊണ്ട് മൊയ്തൻ എന്ന ഒറിജിനൽ പേര് മാറ്റി മത്തായി എന്നാക്കി. ഇപ്പോഴും മനസ്സിലായ അതിന്റെ നിങ്ങൾ ഈ പറയുന്ന നേരാ? നീ എന്റെ ഹൃദയത്തിലും തൊട്ടു നോക്കിനെ ബിസി, തൊട്ടു നോക്ക്. എന്റെ ഹൃദയം നിന്നോട് പറയും, ഞാൻ മത്തായി അല്ല, മൊയ്തീനാ, മൊയ്തീൻ. ഇങ്ങനെ നമുക്ക് വിശ്വാസാണ്. ഈ കള്ളവേഷം നമ്മൾ ഊരിക്കും. മൊയ്തീനിക്ക, നമുക്കൊരാസ. എന്താ? കൈനിറയെ കരിവള ഇടണമെന്ന്. കൊള്ളാം, ഇത് പറഞ്ഞാ പോരെ. നിന്റെ ആശ ഞാൻ തീർത്തു തരാം. നാളെ കരിവള റെഡി. കരിവള കരിവള കുപ്പിവള. ഇത് നമ്മുടെ നബീസാന്റെ കയ്യുമേ കരിവള ഇടുന്നത് ഞമ്മക്കൊന്ന് കാണണം. കണ്ണടക്കി. എന്തിനാ? പറയുന്നതനുസരിച്ചാ മതി. 2 നിമിഷം മതി. ആകെ 5 നിമിഷമാണ് എന്റെ കട്ടുറുമ്പിൽ ഒന്ന് കാണാൻ കിട്ടുക. അതിൽ 2 നിമിഷം കണ്ണടച്ച് കളയുന്നതിന്റെ വിഷമം എനിക്കറിയും, നിനക്കറിഞ്ഞൂടാ. ഇപ്പൊ കണ്ണടയ്ക്കുന്നുണ്ടോ? അടച്ചേക്കാം. തുറന്നു നോക്കുമ്പോ ഇവിടെ എങ്ങനെ ഉണ്ടാവോ? ഞാൻ 1, 2, 3 എണ്ണുമ്പോ കണ്ണു തുറക്കണം. ഓ ശരി. ഒന്ന്, 2, 3. മനസ്സുകൾ തമ്മിൽ പറഞ്ഞു കഴിഞ്ഞെന്നറിയാം. എങ്കിലും എങ്ങനെ അതൊന്ന് തുറന്നു പറയാന്ന് ഞാൻ വളരെ ആലോചിച്ചു. അവസാനം ഇങ്ങനെ പറയാമെന്ന് കരുതി. എന്തൊന്നും പറയാത്തത്? നീ എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ നിന്നോട് എങ്ങനെ ഉത്തരം പറയണമെന്ന് ആലോചിക്കുകയായിരുന്നു. ആ, നാളെ ഈ സമയത്ത് ഞാനിതിന് ഉത്തരം പറയാം. ഇപ്പൊ മല വയ്ക്കുള്ളൂ. അച്ഛനെങ്ങാനും കണ്ടുപിടിച്ചാൽ പിന്നെ ഒരിക്കലും കാണാൻ കഴിയാതാവും. ശരി, നാളെ ഈ സമയത്ത്. എങ്ങനെയാ അവിടെ നിന്നൊന്ന് ഇറങ്ങുക? അച്ഛനാണെങ്കിൽ ആ ഹാളിൽ തന്നെ കുറ്റിയടിച്ചിരിക്കുക. കാണാതെ പുറത്തിറങ്ങാനും വയ്യ. ഒരു പണി ചെയ്യാം, ഞങ്ങൾ അച്ഛനെ പിടിച്ചോളാം. ആ സമയം കൊണ്ട് ചേച്ചി പൊയ്ക്കോണം. അതെങ്ങനെ? വാ, വഴിയുണ്ട്. എന്താ എന്താ?
കണ്ടോ? പുറത്തേക്ക് പോയെന്നറിയാം. കുറച്ചു കഴിയുമ്പോ തിരിച്ചു വരും. അല്ല, ഇവിടെ എവിടെങ്ങാനും ഉണ്ടെങ്കിൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞതാ. സൂക്ഷിക്കണം. ഏതായാലും ഇവിടെ എല്ലാം അടിച്ചുമാരി വൃത്തിയാക്കി വെക്കണം. പാമ്പിനെ കണ്ട ഉടനെ കൊല്ലണം. ആ, എത്ര സൂക്ഷിച്ചാലും വരാനുള്ളത് വരും, പോകാനുള്ളത് പോകും. വന്ന് വന്ന് നീ കുഴി മടിയനെ തീർന്നിരിക്കുക. നിന്നെയൊക്കെ കുതിരാന്ന് വിളിക്കുന്നവരെ തല്ലണം. മടിയൻ. രാവിലെ എണീക്കാൻ മടി, പല്ല് തേക്കാൻ മടി, കുളിക്കാൻ മടി. എന്നാ 4 വർഷം പഠിക്കോ? അതുമില്ല, മതി. ഹോ. നിന്നെ കുളിപ്പിച്ചെന്റെ കൈ കഴിച്ചു. ഹോ. ഏയ് സുന്ദരിക്കുട്ടി, സ്വപ്നം കണ്ടുകൊണ്ട് റോഡിൽ കൂടി നടക്കുന്നത് അപകടമാണ്. ഐ എം സോറി. പരിചയപ്പെടുന്നതിൽ വിരോധമില്ലെന്ന് വിചാരിക്കുന്നു. എന്നെ എല്ലാവരും ശ്രീ എന്ന് വിളിക്കും. ബഹുമാനം കൊണ്ടല്ല, ശ്രീകാന്ത്, അതാണ് എന്റെ പേര്. ചുരുക്കി വിളിക്കുമ്പോ ശ്രീ ആകുമെന്ന് മാത്രം. കുട്ടിക്കും അങ്ങനെ വിളിക്കാം, വിരോധമില്ലെങ്കിൽ. ഓ, ഞാൻ അല്പം കൂടുതൽ സംസാരിക്കുന്നു. ഞാൻ എപ്പോഴും അങ്ങനെയാണ്. സോ സം പീപ്പിൾ കാൾ മീ ബിഗ് മൗത്ത്, ബട്ട് ഐ ഡോണ്ട് കെയർ. മനസ്സിനുള്ളിൽ കളങ്കമില്ലാത്തവർക്ക് മാത്രമേ തുറന്ന് സംസാരിക്കാനാവൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബോറടിക്കുന്നുണ്ടാവല്ലേ? ഇല്ല. കമോൺ, ബി ഫ്രാങ്ക്. വഴിയിൽ കണ്ടുമുട്ടുന്ന ഒരു അപരിചിതൻ ഇത്ര വാചാലനായാൽ ആർക്കും ബോറടിക്കും. പിന്നെ മര്യാദയുടെ പേരിൽ അത് പറയാതിരിക്കുകയാണ്. ഇപ്പോൾ പറയും, ബോറടിക്കുന്നില്ലേ? അല്പം. ദാറ്റ്സ് നൈസ്. ഞാൻ മറ്റെന്തോ ആലോചിച്ച് വരികയായിരുന്നു, അതാണ് ശ്രദ്ധിക്കാഞ്ഞത്. സോറി ഫോർ ദ ട്രബിൾ. ആ, പേര് വിരോധമില്ലെങ്കിൽ പറഞ്ഞാ മതി. മാലിനി. നൈസ് നെയിം. ബൈ ദ ബൈ, അച്ഛന്റെ പേര്? ഗോകുലം ബംഗ്ലാവിലെ രാമഭദ്രൻ നമ്പ്യാർ. ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടാ ചേച്ചി ഇവിടെ എത്തിച്ചതെന്ന് അറിയാമോ? ഇനിയുള്ള ജോലിയാണ് കൂടുതൽ റിസ്ക്. ഇനി എന്താ ജോലി? അതോ, ചേച്ചി തിരിച്ചു വരുന്നത് വരെ ഫാദേഴ്സിന്റെ കണ്ണു കെട്ടി വരുന്നത്. അത് കുറച്ച് റിസ്ക് ഉള്ള ജോലിയാ. അതിന് ചോക്ലേറ്റ് ഇത്രയും പോരാ. അതിനെന്താ, എത്ര വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചു തരാം. അപ്പൊ തൽക്കാലം ഞങ്ങൾ പോകാം. ഇക്കണക്കിന് പോയ കല്യാണത്തിന് മുമ്പ് എത്ര രൂപയുടെ ചോക്ലേറ്റ് തീരുമാനമുണ്ടോ? വേണമെങ്കിൽ മതി. ഒരു കട്ടുറുമ്പിനെ സ്നേഹിച്ചതിന്റെ ശിക്ഷ അനുഭവിച്ചുകളെ. നല്ല ആളാ. ഒരു ചോക്ലേറ്റ് എനിക്കും തരാമായിരുന്നില്ലേ? ചോക്ലേറ്റോ? തരാം. ആഹാ, ഒരെണ്ണമോ? എന്റെ കട്ടുറുമ്പിന് ഞാൻ എന്നെ തന്നെ തന്നിരിക്കുകയല്ലേ. ഫാദേഴ്സ് വരുന്നുണ്ട്. മാലിനി എവിടെ? കുളിക്കുന്നു. അയ്യോ, കാലമാണ് എന്താ വരുന്ന സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട്. ഇവിടൊന്നും ചാകത്തുമില്ലല്ലോ. അല്ല, ഇതാര് മത്തായിയ? എന്തിനാ മയിൽക്കുറ്റി നിക്കണ മാതിരി നിക്കണത്? എനിക്ക് സൗകര്യമുള്ളത് ഞാൻ നിൽക്കും. താൻ പോടോ, താനാരാ ചോദിക്കാൻ? ചോദിച്ചത് പിൻവലിച്ചിരിക്കുന്നു. ഈ ജബിടെ എങ്ങനെ നിൽക്കണമെന്ന് ചോദിക്കാൻ നമുക്ക് കാര്യമില്ല. പക്ഷെങ്കില് നമ്മുടെ പെണ്ണുങ്ങളെ പിന്നാലെ മണം പിടിച്ചു നടന്നാല് നമ്മുടെ സ്വഭാവം മാറും. വ്യർത്ഥമാണോ? കൈ വെച്ചിരുന്നാ മതി. താൻ ആരാകുക? പോലീസാ? നമുക്ക് വേണ്ടി വന്നാൽ നമ്മൾ പോലീസ് ആവും. നമ്മുടെ നബീസാന്റെ അടുത്ത് എന്താ പറഞ്ഞ്? നമ്മുടെ നബീസ്. ആ, നമ്മുടെ നബീസ. പിന്നെ എഴുതി വെച്ചിരിക്കുമല്ലേ? ഓളെ കെട്ടാൻ നിനക്ക് ആശ ഉണ്ടെങ്കിൽ അത് കൈ വെച്ചിരുന്നാ മതി.
ആളില്ലാത്ത റോഡിൽ ഒറ്റയ്ക്ക് നടക്കണ്ട, പ്രത്യേകിച്ചും കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടി. വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. സാരമില്ല, ഞാൻ നടന്നോളാം. അങ്ങനെ അങ്ങ് പോയാലോ പെണ്ണെ? അങ്ങനെ അങ്ങ് പോന്നോ? കുട്ടിയുടെ കഷ്ടകാലമാണെന്ന് തോന്നുന്നു. ഇന്നലെ ജീപ്പ് അപകടം, ഇന്ന് ഇങ്ങനെ വന്നു. ഒരു ബോഡി ഗാർഡിനെ കൂടെ കൊണ്ടു നടക്കുന്നതാണ് ഭംഗി. വേണമെങ്കിൽ ഞാനാവാം, വിരോധമില്ലെങ്കിൽ. ഞാനിനി സൂക്ഷിച്ചോളാം. ജീപ്പിലൊഴിക്കാൻ കുറച്ച് വെള്ളം വേണം. ബാപ്പ എവിടെ? അന്ന് കടയെ ഏൽപ്പിച്ചിട്ട് ചന്തയിൽ പോയിരിക്കുക. ഇതാ കരിവള, നിന്റെ കൈ. അലിയാരിക്ക വാങ്ങിട്ട് വന്നതാ, നല്ല മുന്തിയ കരിവളയാ. നിങ്ങൾ പിണങ്ങിയോ? പിന്നെ പിണങ്ങാതെ
കണ്ട അത്തപ്പാടി അലവലാദികള് കൊണ്ടുതരുന്ന വാങ്ങിച്ചിട്ടാൽ ഞാൻ പിണങ്ങും. ഇനി വാങ്ങൂല. അന്നെ ജീപ്പ് പഠിപ്പിക്കാന്ന് പറഞ്ഞില്ലേ? അതൊക്കെ പറ. ആ എരപ്പാളി കേട്ടാൽ നാളെ ഞാൻ വരുന്നതിന് മുമ്പ് എവിടുന്നെങ്കിലും ഒരു ജീപ്പും പൊക്കിയെടുത്തോണ്ട് വരും നിന്നെ പഠിപ്പിക്കാൻ. അന്നെ നിങ്ങൾ പഠിപ്പിച്ചാ മതി. നിന്നെ ഞാൻ ജീപ്പ് ഓടിക്കാൻ മാത്രമല്ല മറ്റു പലതും പഠിപ്പിക്കും. എന്നിട്ട് നിന്നെ ഞാനൊരു മിടുക്കിയാക്കി എടുക്കും. അല്ലോ പലരും കാണും. നീ എന്താ കാണിച്ചത്? ഞാൻ എന്ത് കാണിച്ചെന്നാണ് വിനു പറയുന്നത്? ഒരു നന്ദി വാക്കെങ്കിലും പറയാനുള്ള മര്യാദ നീ കാണിച്ചില്ലല്ലോ. എനിക്കെന്തോ അയാളെ കാണുമ്പോ ഒരു ഭയം. അയാളൊരു വൃത്തികെട്ടവനാണെങ്കിൽ നിന്നെ രക്ഷിക്കില്ലായിരുന്നല്ലോ. ഒന്നുമില്ലെങ്കിലും നിനക്ക് വേണ്ടി കുറെ ഇടി പിടിച്ചു വാങ്ങിയതല്ലേ. എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്ത് ശരിയായി എന്ന് ഞാൻ പറയില്ല. അതുകൊണ്ട് അയാളെ കണ്ട് ഒരു നന്ദി വാക്കെങ്കിലും പറയണം. ഉത്തരവ്. ഇനി അനുസരണക്കേട് കാണിച്ചെന്ന് വേണ്ട, ഞാൻ പറഞ്ഞേക്കാം. എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. ബാപ്പ കാണാണ്ട് വേണ്ടേ വരാനെ കൊണ്ട്? പാപ്പ കണ്ടാലും കുഴപ്പമില്ല, അലിയാരും കൂടെ കാണാതിരുന്ന വേഗം സമയം കളയാം. ഇങ്ങോട്ട് അടച്ചിരുന്നു. കർത്താവിന് മനസ്സിൽ, അയ്യോ തെറ്റി, പടച്ചോനെ മനസ്സിൽ നിരീച്ച് ഓണൽ. അങ്ങോട്ട് ഓടിക്കണ്ടേ? അങ്ങോട്ട് വലിയ കാര്യം മതി. ടയർ പഞ്ചറായി. ചതിച്ചല്ലോ ദൈവമേ. ഏത് നാറിയ കണികളുണ്ടോ ഇത് ഇറങ്ങി തിരിച്ചത്? എന്റെ ബാപ്പാനെ തന്നെ ആയിരിക്കും. അല്ല, അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുക. തനിക്ക് വേറെ ഒരു പണിയുമില്ലേ എന്റെ പുറകെ ഇങ്ങനെ നടക്കാൻ? നമുക്ക് അന്റെ പിന്നാലെ ഞമ്മളടക്കി അതിന് വേറെ ആള് നോക്ക്. നബീസ ജന്തെടുക്കുക ഇവിടെ. നമ്മള് വെറുക്കനെ വണ്ടി വണ്ടി പഞ്ചർ നമ്മൾ കണ്ട്. ഇവൻ ഷെയ്ത്താനാണ്. പിന്നെ വണ്ടി മാത്രമല്ല, ഒരു പക്ഷി ഇവനും പഞ്ചറാവും. അതിന് താൻ 2 ജന്മം എടുക്കണം. തന്നെ ഞാൻ ഓ നമുക്ക് കാണാം. ഓ കാണാം. നബീഷ ഇജ്ജ് വേഗം പുറത്തെത്താൻ നോക്ക്. ആ ഒറ്റക്ക് പോണ്ട, നമ്മളും വരാം. വേണ്ട, നമ്മൾ പോയിക്കൊള്ളാം. എടാ അലിക്കത് പറയും, നിന്റെ അവസാനം എന്റെ ജീപ്പിനടിയിലായിരിക്കും. ഇതാ നിങ്ങൾ പറഞ്ഞതിലും 500 രൂപ കൂടുതലുണ്ട്. സംഭവം ഭംഗിയായി. ഹലോ, മാലിനി ഇവിടെ വരുമെന്ന് കരുതിയില്ല. എങ്കിൽ അവരോട് ഇപ്പോൾ വരാൻ പറയില്ലായിരുന്നു അല്ലേ? അത് മേലിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവരുമെന്ന് പറയാൻ വിളിച്ചതല്ലേ? മനസ്സിലായി. ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടിയിട്ട് അവളോടൊപ്പം സ്നേഹം തോന്നിയാൽ അവളുടെ സ്നേഹം തിരിച്ചു കിട്ടാൻ എന്തെല്ലാം കള്ളത്തരങ്ങൾ ചെയ്യണമെന്ന് ആ പെൺകുട്ടിക്ക് അറിയില്ല. ഏതായാലും വീട്ടിൽ വന്ന ഒരാളോട് പുറത്തു നിന്ന് സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. കമിൻ പ്ലീസ്. നന്ദി പറയാൻ വന്നതാണ് ഞാൻ. ഇനിയിപ്പോൾ മാലിനി,
സ്ഥലത്തിന്റെ പേരറിയാമോ? ലവേഴ്സ് ക്ലിഫ്. അതെന്താ അങ്ങനെ പറയുന്നത്? കാമുകി കാമുകന്മാർ ഇവിടെ നിന്ന് ഉറക്കെ സ്നേഹിക്കുന്നവരുടെ പേര് വിളിച്ചാൽ, അത് 3 പ്രാവശ്യം പ്രതിധ്വനിച്ചാൽ, അകലെ സൂര്യന്റെ കൊട്ടാരത്തിൽ അവരുടെ മനസ്സുകൾ തമ്മിൽ വിവാഹിതരാകും. പിന്നെ ലോകത്തിൽ ഒരു ശക്തിക്കും അവരെ പിരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. 3 പ്രാവശ്യം പ്രതിധ്വനിച്ചില്ലെങ്കിൽ ആ വിളിക്കുന്നവരുടെ ബന്ധം നിലനിൽക്കില്ല എന്നാണ് വിശ്വാസം. എങ്കിൽ വിനു വിളിച്ചു നോക്ക്. മാലിനി, 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 മാലിനി. വരൂ. അലിയാർ ഈ വീട്ടിലെ അന്യനല്ല. അന്യനാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അലിയാരിക്ക പറയുന്നത് മുഴുവൻ ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. നമ്മൾ പറയണത് കാര്യമായിട്ട് തന്നെ വെച്ചോളി. ചതിച്ചിട്ടും വഞ്ചിച്ചിട്ടും കെട്ടിയുണ്ടാക്കിയതാണ് ഗോകുലം ബംഗ്ലാവ്. അവിടുത്തെ ശോരനെ തന്നെയാണ് ഇത് സ്നേഹിക്കുന്നത്. നാളെ എന്തേലും ഒരു ഹലാക്കുണ്ടായാല് ഓള് എന്റെ കൂടെ നിൽക്കുവോ, ഓടെ ബാപ്പാന്റെ കൂടെ നിൽക്കുവോ? തീർച്ചയായും എന്റെ കൂടെ നിൽക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോ അലിയാരിക്ക നോക്കിക്കോ. അനക്ക് പെരുത്തു വിശ്വാസം ഉണ്ടാ. പറയുമ്പോ ഒരുപക്ഷെ നിങ്ങൾക്ക് ചിരിക്കാനേ തോന്നും. പക്ഷെ ഞാൻ പറയുകയാണ്, ജീവിച്ചാൽ ഞങ്ങൾ ഒരുമിച്ചേ ജീവിക്കൂ, മരിച്ചാലും. നിങ്ങളൊന്നും ഉണ്ടാണ്ടിരിക്കേണ്ട പെങ്ങളെ. ചന്ദ്രക്കല പോലൊരു മരുമോള് ഇവിടെ വരുന്നത് നിങ്ങൾ കണ്ടോളി. നിങ്ങളെന്തിനാണ് അന്നെ ഇവിടെ കൂട്ടിട്ട് വന്നത്? ഇതാണ് ലവ് ബേഴ്സ് ക്ലിഫ്. പ്രേമിക്കുന്ന പെണ്ണിന്റെ പേര് ഇവിടെ നിന്ന് 3 പ്രാവശ്യം ഉറക്ക വിളിച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിക്കും. അങ്ങനെ വിളിച്ചാൽ പ്രേമിക്കുന്ന ഒരു വിവാഹം നടക്കും. നിങ്ങൾ എന്റെ പേര് വിളിക്കും. അതിനല്ലേ പെണ്ണെ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. മണച്ചോണ്ട് കൃപ കൊണ്ട് ഇന്നൊരു ദിവസം ആലിയാരെ ശല്യമില്ല. വിളിക്കും. വിളിക്കട്ടെ. വിളിക്കും. ഒന്നുകൂടെ വിളിക്കും. അപ്പോ നമ്മുടെ നിക്കാഹ് നടക്കൂല്ലേ? പിന്നെ നടക്കാതെ. ഇതൊക്കെ വെറുതെ പറയുന്നല്ലേ, പച്ചക്കള്ളം. നീ വാ, നമുക്ക് പോകാം. ഓന്റെ ഉപ്പൂപ്പാന്റെ ഒരു മുഹബത്ത്. അലിയാരിക്കയുടെ കൂട്ടുകാരന്റെ കമ്പനിയാണ്. എല്ലാം നോക്കിക്കണ്ട് നടത്തണം. നമുക്ക് രണ്ടുപേർക്കും സുഖമായിട്ട് ജീവിക്കാനുള്ള പണവും താമസിക്കാൻ ഒരു വീടും കിട്ടും. പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. വീട്ടിലറിഞ്ഞ് സംഭവം കൂടുതൽ വഷളാകും മുൻപ് നമുക്ക് ഇത്രയും സുഖസൗകര്യങ്ങളോടെ ജീവിച്ച നിനക്ക് എന്നോടൊപ്പം ഒരു സാധാരണ വീട്ടിൽ താമസിക്കാനാകുമോ? വിനു പറഞ്ഞത് ശരിയാണ്. സുഖത്തിനും സൗകര്യത്തിനും ഞാൻ ജനിച്ച നാൾ മുതൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല. എന്നിട്ടും ഞാൻ വിനുവിനെ കണ്ടുമുട്ടുന്നത് വരെ ഹൃദയം തുറന്ന് ഒന്ന് ചിരിച്ചിട്ടില്ല. അറിയുമോ വിനുവിന്? ഒന്നു മാത്രമേ അവിടെ കിട്ടാതെയുള്ളൂ, സ്നേഹം. ആഡംബരങ്ങളൊന്നും എനിക്ക് വേണ്ട വിനു. വിനുവിന്റെ സ്നേഹം മാത്രം മതി. എനിക്ക് ബാബു, സാബു, സാബുവും ബാബുവും പുറത്തു പോ. ഇവിടെ ഓടി. എവിടെയായിരുന്നു ഇത്രയും നേരം? എവിടെയായിരുന്നു? ഞാൻ പുറത്ത്. ആ കുതിരക്കാരന്റെ കൂടെ ചുറ്റിക്കറങ്ങാൻ പോയി അല്ലടി? കുടുംബത്തിന്റെ മാനം തകർക്കാൻ നടക്കുന്ന റാസ്കൽ.
സത്യം പറഞ്ഞില്ല വെച്ചാല് നിന്നെ ഞമ്മള് പൊള്ളിച്ചു കൊല്ലും. നമ്മൾ ഈ കേട്ട സത്യമാണ്. നീ മത്തായും തമ്മിൽ മുഹബത്തിലാണ്. ആദ്യം മത്തായി അന്നെ പ്രേമിച്ചു, അപ്പൊ പിന്നെ ഞമ്മള് മത്തായിനെയും പ്രേമിച്ചു. ഓൻ എന്നോട് ചെറുങ്ങനെ എന്തെങ്കിലും തമാശ പറഞ്ഞു. എന്ത് തമാശ പറഞ്ഞ്? ഓന്റെ പേര് മത്തായി എന്നല്ല മൊയ്തീനെന്നാണെന്ന്. പിന്നെ എന്ത് തമാശ പറഞ്ഞെന്ന് കേക്കി. പിന്നെ എന്ത് തമാശ പറഞ്ഞ്? അന്നെ കെട്ടിയോളാക്കട്ടേന്നു. ഓനോട് എന്ത് തമാശ പറഞ്ഞ്? അനക്ക് പെരുത്ത ഇഷ്ടമെന്നു. അങ്ങനെ പറഞ്ഞോളി ശൈത്താന്റെ മോളെ. ഇങ്ങനെ വെറുതെ ഓളെ ശൈത്താന്റെ മോളെ എന്ന് വിളിച്ചാലാ? നമ്മളെ മോളെ നമ്മൾ ശൈത്താന്റെ മോളെ എന്ന് വിളിക്കും. നീ ആരടാ ചോദിക്കാൻ? അപ്പൊ നിങ്ങൾ ശൈത്താനാ? ഇങ്ങനെ വെറുതെ ബഹളം വെക്കാണ്ട് ഓടെ നിക്കാതെ വേഗം നടത്താൻ നോക്കി. നീ പറയാനും കാര്യമുണ്ട്. പക്ഷേങ്കിലേ അതിനു മുമ്പ് ആ മൊയ്തീൻ മത്തായിനെ നമ്മളെ കയ്യിലൊന്ന് കിട്ടണം. നമ്മൾ ഈ കാര്യം അറിഞ്ഞെന്ന് വന്നേ പിന്നെ ഓൻ ഈ ബൈക്ക് വന്നിട്ടില്ല. നമ്മുടെ കൂടെ വരി. ഓനെ നമ്മള് കസ്റ്റഡിയിലെടുക്കാം. ഇക്കാന്റെ കൈകൊണ്ട് ആ ശൈത്താനെ ഇതുപോലെ ഇടിച്ച് പീയണത് കണ്ടിട്ട് ഞമ്മക്ക് മയ്യത്തായാലും വിരോധമില്ല. ചായ സെഞ്ച് പീയും പോലെ. ഗുഡ് ഷോട്ട്. താങ്ക് യു. ഒരു ഗെയിം കളിക്കുന്നോ? കളിക്കാം. പക്ഷേ അതിനു മുമ്പ് നമുക്കൊന്ന് പരിചയപ്പെടണമല്ലോ. ഐ എം രാമഭദ്രൻ നമ്പ്യാർ. ശ്രീ എന്നെല്ലാരും വിളിക്കും. ബഹുമാനം കൊണ്ടല്ല, ശ്രീകാന്ത് എന്നാണ് എന്റെ പേര്. ഗ്ലാഡ് മീറ്റ് യു. സ്വയം പരിചയപ്പെടുത്തുന്ന ഈ രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നാണ്? അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. ഐ എം എ ബിസിനസ് മാൻ. കണക്കുകൾ തലയിൽ കയറി ചൂടുപിടിച്ചപ്പോ ഒന്ന് തണുപ്പിക്കാമെന്ന് കരുതി ഇവിടെ വന്നതാണ്. ജസ്റ്റ് ഫോർ എ ചേഞ്ച്. അച്ഛനും അമ്മയും ഒക്കെ മരിച്ചു. ഓഹോ, ഐ എം സോറി. സാരമില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒറ്റത്തടിയായി ജീവിച്ചു മടുത്തു. അച്ഛനും അമ്മയും ഇഷ്ടം പോലെ സമ്പാദിച്ചു വെച്ചിട്ട് പോയി. പക്ഷേ പണം മാത്രം ഉള്ളതുകൊണ്ട് കാര്യമില്ലല്ലോ. ദാറ്റ്സ് റൈറ്റ്. മിസ്റ്റർ ശ്രീകാന്ത് വിവാഹിതനാണ്? നോ, ഐ എം സ്റ്റിൽ എ ബാച്ചിലർ. വിവാഹത്തിനോട് വലിയ അഭിപ്രായമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ തോന്നുന്നു മനസ്സിനിണങ്ങി ഒരു പെൺകുട്ടിയെ കിട്ടിയാലാവുമെന്ന്. ഒന്നുമില്ലെങ്കിലും ബോറടിക്കുമ്പോ കൂട്ടിന് ആളെങ്കിലും ആവുമല്ലോ. ഞാൻ വേണമെങ്കിൽ സഹായിക്കാം ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ. ഓ, ദാറ്റ് മീൻസ് നിങ്ങൾക്ക് എന്നെ കുറിച്ച് നല്ല അഭിപ്രായം വന്നിരിക്കുന്നു അല്ലേ? ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നോട്ട് ഓൾവേസ്. വിനോട്ടാ, ഓ ബാബു, ബാബു മാലിനി. ഞങ്ങൾ പലതും ശ്രമിച്ചു നോക്കി. അച്ഛനാണെങ്കിൽ പുറത്തെങ്ങും പോകുന്നില്ല. എപ്പോഴും ചെക്കിങ്ങാ. ഞാൻ നാളെ പോവുകയാണ്. കമ്പനിയിലെ ജോലി ശരിയായി. ഒരു മാസമെങ്കിലും കഴിയാതെ തിരിച്ചു വരാനാവില്ല. പോകുന്നതിന് മുമ്പ് മാലിനി ഒന്ന് കണ്ടാക്കൊള്ളാമെന്നുണ്ട്. വിനോട്ടം പോകുന്നെന്ന് ഞാൻ ചേച്ചിയോട് പറയാം. അതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാനാവില്ല. പോയിട്ട് ഞാൻ വരും. മാലിനിയെ കൂട്ടിക്കൊണ്ടു പോകാൻ. അത് മാത്രം പറഞ്ഞാൽ മതി. അത് മാത്രം. വിനോട്ടം വിഷമിക്കാതിരിക്കെ. പോകുന്നതിന് മുമ്പ് ചേച്ചി ചേട്ടനെ വന്ന് കാണും. ഞാൻ പോട്ടെ. ഞാൻ പോയിട്ട് വരാമേ. നിങ്ങൾ പോലെ കണ്ണ് നനച്ചുകൊണ്ട് അതൊക്കെ വിടാണ്ടിരിക്കും. ഒരു നല്ല കാര്യത്തിന് ഗുണമല്ലേ? പോയിട്ട് വാ മോനെ. അവൻ ചേച്ചി, ചേച്ചിക്ക് വിനോട്ടനെ കാണണോ? കാണണോ ചേച്ചി? താഴെ ഒരു ഏണിയുണ്ട്. എങ്ങനെയെങ്കിലും മുറ്റത്തിറങ്ങാൻ കഴിഞ്ഞാൽ ഞങ്ങളിത് വെച്ചു തരാം. ചേച്ചി ധൈര്യമായിട്ടിരിക്കൂ. മാലിനിയെ കാണുന്നില്ലല്ലോ രേഖ. ബസ് വരാൻ നേരമായി. ഇന്ന് നമ്മളൊരു തീരുമാനമെടുക്കാൻ പോകുന്നത് വിഷയമാണ്. ഇജ്ജ് പോകുന്നതിന് മുമ്പ് ഓളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി നമ്മുടെ കരള് പറിച്ചു തരും. ഇല്ല വെച്ചാല് ഇജ്ജോളെ മറന്നേക്കണം. മറന്നിട്ടേ ഇജ്ജി നാട്ടിൽ തിരിച്ചു വരാവുള്ളൂ. അലിയാരിക്ക,
ഇല്ലെങ്കിൽ ഒരിടത്ത് ഇരുന്നൂടെ? വെറുതെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ? പുറത്തിറങ്ങരുതെന്ന് ഓർഡർ. വീടിനകത്തിട്ടാണ് പന്ത് തട്ടുന്നത്. പുറത്തെങ്ങാനും പോയി കളിക്കും. വേഗം പൊയ്ക്കോ, ബസ് സ്റ്റോപ്പിൽ കാണും. വരട്ടെ. വരട്ടെ. ഓ മരുമോളെ, അന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും എന്താ പാപ്പാ? അയ്യോ വേണ്ടി പോരടാ നമുക്ക്. നമ്മൾ കൊണ്ടുവരാൻ നിനക്ക് വേഗം ഞമ്മള് പോയി എടുത്തു. വേണ്ട പാപ്പാ. ഇത് മുണ്ടാണ്ടിരേടി. വേണ്ട പോയിരിക്ക. ഇവന്റെ തൊലിക്കെട്ടിക്ക് വെട്ടൂത്തി പോരാ. ഇതാ ആ എന്നാ അവളെ പറ്റിക്കളാ. അയ്യോ എടാ മത്തായി മൊയ്തീനെ, നീ ഒരു ഇസ്ലാമാണെന്ന് നമുക്ക് വിശ്വസിക്കാമല്ല. നിനക്ക് ഞമ്മടെ മോള് നബീസ ഇഷ്ടമാണ്? അല്ല അല്ല. നിനക്ക് നമ്മൾ മത്തായി മോദിനെ നിക്കാഹ് കഴിക്കൂ. ഇല്ലച്ചാല് നമ്മൾ മയ്യത്താവും. ചേടാ അമുക്കെ, ഈ പെണ്ണിനുള്ള ധൈര്യം പോലും നിനക്കില്ലാതെ പോയല്ലേ. നിന്നെ കൂടി നിക്കാതെ കഴിപ്പിക്കാനല്ലേ നമ്മൾ ഈ ചോദിച്ചത്. എന്നാലും നേരത്തെ പറയണ്ടേ? എനിക്കിഷ്ടമാ. ആ എന്നാ നിക്കാതെ നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നു. ബാ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഈ സാരി ഉടുത്തൊരുങ്ങൂ. ഇല്ല, ഞാൻ ഒരുങ്ങുന്നില്ല. എനിക്ക് ഒരുങ്ങണ്ട. പറയുന്നത് അനുസരിക്കൂ കുഞ്ഞേ. എനിക്കിഷ്ടമില്ലാത്ത, ഞാൻ വെറുക്കുന്ന ഒരു പുരുഷന്റെ മുൻപിൽ പെണ്ണ് കാണാൻ വേണ്ടി വേഷം കിട്ടി നിൽക്കാൻ ഞാൻ മറിപ്പാവയല്ല ചെറിയമ്മേ. ഞാൻ അയാളുടെ മുമ്പിലേക്ക് പോവില്ല. എനിക്ക് വിവാഹം വേണ്ട. നിനക്ക് ആ കുതിരക്കാരനെ മതി അല്ലേ? കുതിരക്കാരനായാലും കാളക്കാരനായാലും ഞാൻ സ്നേഹിക്കുന്ന പുരുഷനെ മാത്രമേ വിവാഹം കഴിക്കൂ. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മാലിന്യ ഒരുങ്ങിയില്ലേ? ഇവള് പെണ്ണ് കാണാൻ വന്ന പയ്യന്റെ മുന്നിലേക്ക് പോവില്ലെന്ന്. എനിക്കടേ പറയുന്നത് കേൾക്ക്. പോയി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വാ. വേഗം. ഞാൻ വരില്ല അച്ഛാ. തീർച്ചയാണോ? അതെ. മാറ്റമില്ലാത്ത തീരുമാനം? അതെ. ഒന്ന് കളയും തന്നെയാ. നമ്പിയായിരുന്നവരാരുടെ മുമ്പിലും തോറ്റിട്ടില്ല. തോൽക്കാൻ എനിക്ക് സാധ്യമല്ല. തോൽക്കാൻ എനിക്ക് മനസ്സില്ല. രാമഭദ്രൻ നമ്പ്യാർ സ്വന്തം മകളുടെ മുമ്പിൽ തോൽക്കുന്ന പാവത്താൻ തന്തയാണെന്ന് നീ കരുതിയോ? ഈ വിവാഹം എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടമാണേ. എനിക്കിഷ്ടമാണെങ്കിൽ നടക്കും. ഈ ബംഗ്ലാവിൽ എന്റെ ഇഷ്ടങ്ങളെ നടന്നിട്ടുള്ളൂ. ഇനി നടക്കുകയുള്ളൂ. മകളെ പെണ്ണ് കാണാൻ വേണ്ടി ഞാൻ ക്ഷണിച്ചു വരുത്തിയ പയ്യന്റെ മുമ്പിലേക്ക് മകളെ ഇറക്കാൻ കഴിയാതെ ഞാൻ തലകുനിച്ചു നിൽക്കുമെന്ന് നീ വിചാരിച്ചു? എന്ത് വേണമെന്ന് എനിക്കറിയാം. മാലിനി, അച്ഛൻ എന്ത് ചെയ്യാനും മടിയില്ലാത്ത മനുഷ്യനാണ്. പറയുന്ന അനുസരിക്ക്. എന്താ ഇത്? ഇത് കണ്ടോ? നമ്പ്യാരിത് ആഡംബരത്തിന് വേണ്ടി കൊണ്ടു നടക്കുകയല്ല. ആത്മാഭിമാനത്തിന് പോറലേറ്റാൽ കാഞ്ചി വലിക്കാൻ ഞാൻ ഒരു നിമിഷം പോലും ആലോചിക്കുകയില്ല. എന്തു പറയുന്നു? ഞാൻ വരാം അച്ഛാ.
ഞാൻ വളരെ ചിട്ടയോടുകൂടിയാണ് എന്റെ കുട്ടികളെ വളർത്തിയെടുത്തത്. പക്ഷേ ഞാൻ ഈ ചിട്ടകളിലൊന്നും വിശ്വാസമുള്ള കൂട്ടത്തിലല്ല. പീപ്പിൾ ഷുഡ് ബി ഫ്രാങ്ക്. എനിക്ക് മകളോടൊന്ന് സംസാരിക്കണം. ഓഫ് കോഴ്സ്, നിങ്ങൾ സംസാരിക്കൂ, ഞാനിപ്പോ വരാം. ഒരു ചടങ്ങെന്ന നിലയിലാണ് മാലിന്യെ പെണ്ണ് കാണാൻ ഞാനിപ്പോ ഇവിടെ വന്നത്. മാലിന്യക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ഈ വിവാഹം നടന്നേ തീരും. ഇനി നമുക്ക് വിവാഹപ്പന്തൽ വെച്ച് കാണാം. ഓക്കെ? അങ്ങോട്ട് കൊടുക്കുക അവന്റെ കയ്യില്. നീ ആ കൈക്ക് പിടിച്ചോ. കാശോടി അപ്പച്ചനെ മാറി നിൽക്കണ ബിലീസുകളെ. ഇതാണ് ബിലീസ്. ഇക്ക നമ്മൾ ഇവനെ പറ്റി പറഞ്ഞപ്പോഴൊക്കെ ഇക്ക ഞമ്മളെ വയക്ക് പറഞ്ഞു. പാവം പിടിച്ച ഒരു പെൺകുട്ടിയുടെ ഭാവി അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കാൻ ഞമ്മക്കായില്ല. ഇവനിക്ക് കെട്ടിയോളും കുട്ടികളും ഉണ്ടെന്ന് ഇപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. സ്വന്തം കെട്ടിയോളെയും കുട്ടികളെയും വിട്ടിട്ട് മറ്റൊരു പെണ്ണിനെ നിൽക്കാതെ കഴിക്കാൻ അനക്ക് നാളാവൂലേ? കെട്ടിയോള ഞമ്മക്ക അലിയാരെ നീ നമ്മളെ തമാശാക്കല്ലേ. എന്റെ ഈശോയെ, നിങ്ങൾ എന്നെ പറയുന്നേ? എന്നെയും പിള്ളേരെ നിങ്ങൾ അറിയല്ലെന്നോ? ഏതാ ഞമ്മക്ക് ഒരു പുടിയും കിട്ടുന്നില്ല. മൊയ്തുക്ക, ഇന്നോട് അന്നേ നമ്മൾ പറഞ്ഞാണ് ഈ ബിലീസിന്റെ മനസ്സത്ര ശരിയല്ല. ഈ ബിലീസിന്റെ മനസ്സിൽ നബീസ നിക്കാഹ് കഴിക്കണമെന്നുണ്ട്. അതിനെ കൊണ്ട് ഈ നിക്കാഹ് മുടക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അലിയാരെ, നീ നമ്മളെ ബേജാറാക്കാതെ ഓളെയും കുട്ടികളെയും വിളിച്ചോണ്ട് പോ. അപ്പോ ഞാൻ തനിച്ചല്ലേ പോകുന്നേ, ഇയാളെ കൊണ്ടേ പോകത്തുള്ളൂ. നമുക്ക് നമ്മൾ ഇസ്ലാമാണ്. നമ്മുടെ ആരാണ് നമ്മുടെ കൈക്ക് പിടിച്ചിട്ട് പോവാൻ? നീ ഇസ്ലാമല്ല എങ്കിൽ ഒന്ന് നിസ്കരിക്ക്. അത് ഇവിടെ വേണം. എന്റെ കർത്താവേ, ചോദിക്കരുത്. നീ അച്ഛനും ചെറിയമ്മ എന്നെ നിർബന്ധിക്കരുത്. ഞാൻ അയാളെ വിവാഹം കഴിക്കില്ല. അവൻ എന്താടി കുറവ്? കാണാൻ സുന്ദരൻ, വിദ്യാഭ്യാസമുണ്ട്, വേണ്ടുവോളം സ്വത്തുമുണ്ട്, വേണ്ടുവോളം വിവരക്കേടും കാണും. പക്ഷേ ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് വിനുവിനെയായിരിക്കും. നീ ആ ചന്തച്ചെറുക്കനെ വിവാഹം കഴിക്കില്ല. എങ്കിൽ അച്ഛൻ നിശ്ചയിക്കുന്ന വിവാഹ മുഹൂർത്തത്തിന് മുൻപ് ഞാൻ മരിച്ചിരിക്കും. നീ എന്റെ മകളാണ്. എന്റെ വാശി നിനക്കുമുണ്ട്. ഇനി പരീക്ഷിച്ചറിയേണ്ട ഒരു കാര്യം, അച്ഛന്റെ വാശിയാണോ മകളുടെ വാശിയാണോ സാധിക്കാൻ പോകുന്നതെന്നതാണ്. വിനുവിന്റെ അമ്മയല്ലേ? അതെ. ഞാൻ രാമഭദ്രൻ നമ്പ്യാർ. കൂടുതൽ പരിചയപ്പെടുത്തേണ്ടല്ലോ. വേണ്ട, കേറിയിരിക്കണം. ഞാൻ സൽക്കാരം സ്വീകരിക്കാൻ വേണ്ടി വന്നതല്ല. നിങ്ങളുടെ മകനും എന്റെ മകളും പ്രേമത്തിലാണെന്ന് അറിയാമല്ലോ. കേൾവി കുറവുണ്ടോ? ചോദിച്ചതിന് മറുപടി പറയൂ. അവർ തമ്മിൽ സ്നേഹത്തിലാണെന്നറിയാം. എനിക്ക് ഈ നാട്ടിലുള്ള നിലയും വിലയും നിങ്ങൾക്കറിയാമായിരിക്കും. അറിയാം. എന്നിട്ട് എന്തുകൊണ്ട് നിസ്സാരനായ നിങ്ങളുടെ മകൻ എന്റെ മകളെ പ്രേമിച്ചത് നിങ്ങൾ തടഞ്ഞില്ല? ചെറുപ്പക്കാർ സ്നേഹിക്കുന്നത് നിലയും വിലയും നോക്കിയിട്ടല്ലോ. തർക്കിക്കുകയാണോ? നിങ്ങളും മകനും എന്റെ പണം മോഹിച്ചു. പണം രാമഭദ്രൻ നമ്പ്യാർക്ക് പുല്ലാണ്. ഇതാ, ഇതിലൊരു 1,00,000 രൂപ കൊണ്ട് എടുത്തോളൂ. അവൻ എന്നേക്കുമായി ഈ നാട് വിട്ടു പോകണം. ഞങ്ങൾ പാവങ്ങളാണ്. എന്നാൽ പണത്തെയല്ല എന്റെ മോൻ സ്നേഹിച്ചതെന്ന് അവിടുന്ന് അറിയണം. നീ മറ്റൊന്നറിയണം. നമ്പ്യാർക്ക് അഭിമാനം വലുതാണ്. അതിനുവേണ്ടി എന്ത് സാഹസവും ചെയ്യും. അതുകൊണ്ട് നിന്റെ മകനെ ജീവനോടെ കാണണമെങ്കിൽ ഈ നാട്ടിൽ നിന്ന് അവനെ പറഞ്ഞു വിടണം. മേലിൽ അവൻ എന്റെ മകളെ കാണാൻ വരരുത്. വരട്ടാണ് നമ്പ്യാരെ. തനിക്കിവിടെ എന്ത് കാര്യം? നിങ്ങൾക്കുള്ള കാര്യം തന്നെ. ബിനു ഒരു ആൺകുട്ടിയാണ്. സ്നേഹിച്ച പെണ്ണിനെ നിക്കാനുള്ള താക്കത്ത്
ഓനിക്കുണ്ട്. നിങ്ങൾ ഓരോരു പുല്ലും ചെയ്യില്ലെന്ന്. അത് കാണാം. ഈ നാട്ടിൽ ഇന്ന് വരെ ഒരുത്തരം നമ്പ്യാരെ വെല്ലുവിളിച്ചിട്ടില്ല. വേണ്ടി വന്നാൽ അവനെയും നിന്നെയും കൊന്നു കൊല വിളിക്കും. ഗോകുലത്തിൽ നമ്പ്യാർ പറയുന്നു. 5 നേരം നിസ്കരിക്കണ ഒരു മുസൽമാനാണ് പറയണത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോ ബിനുവിന്റെ ദേഹത്ത് നിങ്ങൾ തൊടൂല്ല. ശരി, നമുക്ക് കാണാം. നിക്കേ, ഇതുകൂടെ കൊണ്ടുപോയി. ഇതുമേ തൊട്ടാല് നമ്മുടെ കൈ പൊള്ളും. ഇനി എന്തൊക്കെ സംഭവിക്കുന്നു? നിങ്ങളൊന്ന് സമാധാനപ്പെടിയ പെങ്ങളെ. ഇന്നെന്താ ബസ്സിൽ യാത്രക്കാർ വളരെ കുറവാണല്ലോ? 2 ദിവസം കൂടെ കഴിഞ്ഞോട്ടെ, 1 ഇഞ്ച് സ്ഥലം കിട്ടില്ല. അതെന്താ? ആ, നിങ്ങൾ അറിഞ്ഞില്ലേ ഗോകുലത്തിലെ നമ്പ്യാരുടെ മോക്ക് കല്യാണം? ആർക്ക്? മാലിനിക്കോ? ആ, അവരൊക്കെ വലിയ ആൾക്കാരല്ലേ, പല സ്ഥലത്തുനിന്നും ആൾക്കാർ വരും. മോനെ, നീ വരുന്ന വിധത്തിന് ഒരു കത്തൂർ അയച്ചില്ലല്ലോ. ഞാൻ ഇതാ വരുന്നമ്മേ, വന്നിട്ട് വിശദമായി പറയാം. എടാ, 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 എടാ. മല്ലി, 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 മല്ലി. മല്ലി, മല്ലി, മല്ലി. അതാ, അത് കണ്ടോ? അവനിപ്പോൾ ഇവിടെ വരും, നിന്നെ വിളിക്കും. നീ ഒരു ചുവട് താഴേക്ക് ഇറങ്ങിയാൽ ആ നിമിഷം ആ വെടി പൊട്ടും. നിന്റെ കൺമുമ്പിൽ വെച്ച് അവൻ മരിച്ചു വീഴും. അത് കാണാൻ ആഗ്രഹമില്ലെങ്കിൽ നിൽക്കവിടെ. നിനക്കെന്താണ് വേണ്ടത്? ഞാനും മാലിന്യം പരസ്പരം സ്നേഹിക്കുന്നു. മാലിന്യം മറ്റൊരാൾ വിവാഹം ചെയ്യാൻ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ സമ്മതിക്കില്ല. പരസ്പരം സ്നേഹിക്കുന്നു. നീ അങ്ങനെയാണോ ധരിച്ചിരിക്കുന്നത്? എങ്കിൽ മാലിന്യം അവിടെ നിൽപ്പുണ്ട്. നീ വിളിച്ചാൽ അവൾ ഇറങ്ങി വരുമെങ്കിൽ നിനക്ക് അവ കൂട്ടിക്കൊണ്ടുപോകാം. ഇല്ലെങ്കിൽ മേലിൽ ഈ പടി ചവിട്ടരുത്. എന്താ, സമ്മതമാണോ? മാലിനി, വരൂ മാലിനി. നിന്റെ വിനുവാണ് വിളിക്കുന്നത്. നിനക്കെന്ത് പറ്റി? നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത്. വരൂ മാലിനി. എന്താ മാലിനി ഇത്രയൊക്കെ ആലോചിക്കുന്നത്? വരൂ, നമുക്ക് പോകാം. വിവാഹിതരാവാം. നീയല്ലേ പറഞ്ഞത് എപ്പോ എവിടേക്ക് വിളിച്ചാലും വരാൻ തയ്യാറാണെന്ന്? വരൂ മാലിനി. അവൾക്ക് നിന്നേക്കാൾ വലുത് അവളുടെ കുടുംബത്തിന്റെ അന്തസ്സാണ്. Now get out. മോനെ, മോനെ, ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ പോവുകയാണമ്മേ. ഇനി ഈ നശിച്ച നാട്ടിലേക്ക് ഒരുപക്ഷെ വന്നില്ലെന്നും വരും. വിനു, ഞാനിവിടെ വന്നാൽ ഇവിടുത്തെ പുഴയും മലയും മരത്തണലും ഒക്കെ കണ്ടാൽ കഴിഞ്ഞതെല്ലാം എന്റെ മനസ്സിലേക്ക് വരും. അതൊരു ചതിയായിരുന്നു, വഞ്ചനയായിരുന്നു ഓർക്കുമ്പോൾ ഞാനൊരു പക്ഷേ ഭ്രാന്തനായി പോകുമേ. വേണ്ട മോനെ, അങ്ങനെയൊന്നും പറയരുത്. നിക്കവിടെ.
സ്നേഹിച്ച പെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോകാമെന്നവന്റെ വെറും കൈ വീശിപ്പോണത്. അവൾ എന്നെ കളിപ്പിക്കായിരുന്നു അലിയാരിക്ക. നാണം കിട്ടവനെ, ഇജ്ജൊരു ആൺകുട്ടിയാണെന്ന് നമ്മൾ പലരോടും പറഞ്ഞിട്ടുണ്ട്. അലിയാരിക്ക, നമുക്ക് തെറ്റുപറ്റിയെന്ന് ഇപ്പൊ മനസ്സിലായി. അലിയാരെ നിങ്ങൾ മുണ്ടാണ്ടിരിക്കും മകളെ. അനക്കറിയൂടാ, അന്റെ പിന്നിലെ തോക്കാനെ നിർത്തിയിട്ട് ഓള് പണിയിറങ്ങി വന്നാല് അന്നെ വെടിവെക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഓള് ഇറങ്ങി വരാഞ്ഞത്. അലിയാരിക്ക, ഈ പറഞ്ഞത് സത്യമാണോ? നമ്മളോട് മാലിന്യന്റെ ആങ്ങളമാര് പിള്ളാരാണ് പറഞ്ഞത്. ഒരു കള്ളം പറയില്ല. പക്ഷേങ്കില് ഇനി അതിന്റെ അകത്ത് കടക്കാൻ പറ്റൂല. നിറച്ച ആളുകളെ എന്തിനും തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം നമ്മൾ പോവാം. ഓളെ ഒന്ന് കണ്ട് നമ്മൾ സംസാരിക്കാം. എന്താണോ നോക്കി നിൽക്കുന്നത്? വേഗമാട്ടെ. അലിയാരിക്ക, അപ്പോ എല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തല്ലിക്കൊല്ലടാ പട്ടിയെ. വേഗം ചെന്നില്ലെങ്കിൽ അലിയാരിക്ക എല്ലാവരും കൂടെ കൊല്ലേ. ഒരു ശവം ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് 2 ശവം ആകേണ്ടെങ്കിൽ നിനക്ക് പോകാം. രണ്ടാമതൊരു ശവമുണ്ടെങ്കിൽ അത് തന്റേതായിരിക്കും. നിൽക്കവിടെ. ഇത് ഏതായാലും കുറച്ച് കടന്ന കൈയായിപ്പോയി. മോനെ, നീ ഇവിടെ ഇരിക്കും. ഞാൻ പോയി വൈദ്യരെ കണ്ട് കുറച്ച് കഷായം വാങ്ങിച്ചോണ്ട് വരാം. ശരിയമ്മേ. ഇട്ടി കുറെ കൊണ്ടെങ്കിലും നമ്മൾ പോയ കാര്യം മുഴുവൻ നടത്തിയിട്ടാ വന്നത്. എന്ത് കാര്യം? നാളെ കഴിഞ്ഞ നിക്കാഹാണ്.
നാളെ രാത്രി കൃത്യം 11 മണിക്ക് ഇത് ബംഗ്ലാവിന്റെ ഗേറ്റും എത്തണം. ഓൾ അവിടെ ഉണ്ടാവും. പിന്നെ നേരം കളയാണ്ട് ഓളെയും കൊണ്ട് സ്ഥലം വിടേണ്ട ജോലി എന്റേതാണ്. ദിനു, അതെ, കേട്ടിട്ടുണ്ട് ധാരാളം. അതുകൊണ്ട് ഒന്ന് കാണണമെന്ന് തോന്നി. നിങ്ങൾ ശ്രീ എന്നെല്ലാവരും വിളിക്കും. ബഹുമാനം കൊണ്ടല്ല, ശ്രീകാന്ത്, അതാണ് എന്റെ പേര്. കുറെ കൂടി വ്യക്തമാക്കാം. നിന്റെ കാമുകിയുടെ ഭർത്താവാകാൻ പോകുന്നവൻ. എന്താ വേണ്ടത്? നീ മാലിനിയെ സ്നേഹിക്കുന്നു. കാരണം നിനക്ക് ജീവിതത്തിൽ പ്രതീക്ഷകളുണ്ട്, ജീവിക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ളവർക്കേ സ്നേഹിക്കാനാവും. പക്ഷെ എനിക്ക് പ്രതീക്ഷകളില്ല. ഞാൻ മരണത്തെ ഭയപ്പെടുന്നില്ല. ഞാൻ ആരെയും സ്നേഹിക്കുന്നുമില്ല. അതുകൊണ്ട് കൊല്ലാനും മടിയില്ല. പക്ഷേ ഞാൻ മാലിനിയെ വിവാഹം ചെയ്യാൻ പോകുന്നു. അതിന് തടസ്സം സൃഷ്ടിക്കരുത്. അപേക്ഷയായോ ആജ്ഞയായോ എടുക്കാം. ബി കെയർഫുൾ. ഐ ആം ഡേഞ്ചറസ്. ലൈറ്റുകളെല്ലാം നേരം വെളുക്കുന്നവരെ തെളിഞ്ഞു കിടക്കട്ടെ. വിവാഹം കഴിയുന്നതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. വരൂ മാലിനി, വേഗം വരൂ. ചേച്ചി പോകട്ടെ മക്കളെ. വേഗം പോയി ചേച്ചി, പോയി രക്ഷപ്പെട്. കരയാതെ ചേച്ചി, ആരെങ്കിലും വരും. ഞങ്ങൾ ചേച്ചിക്കും ചേട്ടനും വേണ്ടി പ്രാർത്ഥിക്കാം. രാമോ, രാമോ, രാമോ. എന്റെ ദൈവമേ, മാലിന്യെ കാണുന്നില്ല. എന്ത്? എല്ലാവരും അന്വേഷിക്കാൻ പറയണം. 4 വർഷത്തേക്ക് ആളുകൾ പോട്ടെ. ജീവനോടെ കിട്ടിയില്ലെങ്കിൽ അവർ രക്ഷപ്പെടാൻ പാടില്ല.
എവിടെ നീ അവര്? എനിക്കറിഞ്ഞൂടാ. നിനക്കറിയില്ല അല്ലേ? വെക്കടാ തീ. ഞാൻ നിനക്കൊരു വാണിംഗ് തന്നു. നീ അനുസരിച്ചില്ല. കുറ്റം ചെയ്തവൻ ശിക്ഷ അനുഭവിച്ചു തന്നെ ആവണം. പോട്ടെ, സാരമില്ല. ആ പെണ്ണിനെ വിട്ടിട്ട് നീ വയ്ക്കും. ഇല്ല, വിടില്ല. 2 പ്രാവശ്യം പറയും, 3ാമത്തെ പ്രാവശ്യം പ്രവർത്തിക്കും. അതാണ് എന്റെ സ്റ്റൈൽ ഓഫ് ഡൂയിങ് തിങ്സ്. നീ ഇത്ര മിടുക്കനാണെന്ന് ഞാൻ കരുതിയില്ല. പക്ഷേ when somebody is smart, I will be too smart. നീ അടുത്ത് വാ.
അല്ലെങ്കിൽ നിന്റെ മാലിനെ ഞാൻ കൊല്ലും. മാലിനി, ശ്രീകാന്തിന്റെ കഴിവ് ഇപ്പോൾ നിനക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിന്റെ കാമുകനെ അടുത്ത മുറിയിലിട്ട് പൂട്ടിയിട്ടുണ്ട്. ഇത് പുരുഷത്വമാണെന്ന് ഞാൻ കരുതുന്നില്ല. അധ്യാപകനായിരുന്ന എന്റെ അച്ഛൻ രാജശേഖരന് ഈ സ്ഥലത്തേക്ക് മാറ്റം കിട്ടി വന്നു. എന്റെ അമ്മ സുന്ദരിയായിരുന്നു. അന്ന് ഇവിടെ തേർവാഴ്ച നടത്തിയിരുന്ന നിന്റെ അച്ഛൻ രാമഭദ്രൻ നമ്പ്യാർക്ക് എന്റെ അമ്മയിൽ മോഹം തോന്നി. അന്ന് പിടിച്ചു കെട്ടണം അവനെ. അവനല്ലേ എനിക്ക് ആവശ്യം. നിന്നെയാണ്. വാ. എന്റെ അച്ഛൻ ഭ്രാന്തനായി. അധികം താമസിയാതെ അച്ഛന്റെ ജഡം ഇവിടെ അടുത്തുള്ള പുഴയിൽ ഒഴുകി നടന്നു. അമ്മയെ നിന്റെ അച്ഛൻ വെപ്പാട്ടിയാക്കി. പിന്നീട് സ്നേഹിതന്മാർക്ക് കാഴ്ചവെച്ചു. അവസാനം പുറന്തള്ളിയപ്പോൾ എന്നെ പോറ്റാൻ വേണ്ടി എന്റെ അമ്മയ്ക്ക് വേശിയാകേണ്ടി വന്നു. ആ കണക്കുകൾ തീർക്കാൻ വേണ്ടിയാണ് നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നിന്റെ അച്ഛനെ കൊന്നാൽ പ്രതികാരമാവില്ല. നീ അറിയപ്പെടുന്ന ഒരു വേശിയാകണം. അതാണ് എന്റെ പ്രതികാരം. ശ്രീകാന്ത്, ഇത് കണ്ടോ? എനിക്ക് വേണമെങ്കിൽ ഏത് നിമിഷവും ആത്മഹത്യ ചെയ്യാമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. നിങ്ങൾ പ്രതികാരം ചെയ്തുകൊള്ളൂ. അതിനുവേണ്ടി ബലപ്രയോഗം വേണ്ട. പെറ്റമ്മയെ ബലാത്സംഗം ചെയ്യാൻ പിടിച്ചുകൊണ്ടുപോയത് കണ്ടുകൊണ്ട് നിന്ന ഒരു കുഞ്ഞിന്റെ വേദന ഞാൻ കാണുന്നു. ദേശിയുടെ മകനായി വളരേണ്ടി വന്ന ഒരു യുവാവിന്റെ ഹൃദയവേദന ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ നശിപ്പിക്കൂ ശ്രീകാന്ത്, നശിപ്പിക്കൂ. മാലിനി, എനിക്ക് മാപ്പ് തരൂ. എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. വിനു, ഞാൻ ഇവിടെ വിട്ട് പോവുകയാണ്.
നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. ഇനി ഇത് നിങ്ങളുടെ വീടാണ്. വിഷ് യു ഓൾ ബെസ്റ്റ്. മത്തായി, അവർ ശ്രീകാന്തിന്റെ ബംഗാളുണ്ട്. കുഞ്ഞുങ്ങളെ, എന്താ കുഞ്ഞുങ്ങളെ, വേഗം രക്ഷപ്പെട്ടോളൂ. നമ്പ്യാരുടെ ആൾക്കാര് നിങ്ങളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. എനിക്ക് വയ്യ വിനു. കുറച്ചുകൂടി പോയാൽ മതി, റെയിൽവേ സ്റ്റേഷനിലെത്തും. അപ്പോ ഭയങ്കര സ്നേഹമില്ലേ നിങ്ങൾ തമ്മിൽ? ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറല്ലേ? ഇനി ഈ തോക്കിൽ ഒരേ ഒരു തോട്ടയെ ബാക്കിയുള്ളൂ. സ്വയം തീരുമാനിച്ചുകൊള്ളൂ ആരാണ് മരിക്കാൻ പോകുന്നതെന്ന്. ഒരുമിച്ച് മരിച്ചോളാം. വെടിവെച്ചോളൂ വെച്ചാ. ശ്രീകാന്ത്, എന്നോട് ക്ഷമിക്കൂ ശ്രീകാന്ത്. നമ്പ്യാർ, എന്നെ നിങ്ങൾക്കറിയാമോ? എന്റെ അമ്മയെ നശിപ്പിച്ച നിങ്ങളോട് പ്രതികാരം വീട്ടാൻ വേണ്ടി വന്നവനാണ് ഞാൻ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അധ്യാപകനായിരുന്ന മംഗലത്തെ രാജശേഖരനെ അന്ന് നിങ്ങൾ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചില്ലേ? അവനാണ് ഞാൻ. ശ്രീകാന്ത്,